സ്വന്തമാണ് ഈ വീഡിയോ നോക്കിയാൽ വീഡിയോ ഓണാക്കി ഇതോടെ വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിരിക്കും. പുട്ടിട്ട് പുട്ട് Have you ever ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിങ്ങനെ എല്ലാ ആഴ്ച ഇങ്ങനെ ഒരു ഇന്റൻസ് ആയിട്ട് ഡാൻസ് ഒക്കെ ചെയ്തു നിങ്ങൾക്ക് കുറച്ച് റിലാക്സേഷൻ തരാന്ന് വെച്ചു. ഞങ്ങൾക്ക് കുറച്ച് റിലാക്സേഷൻ ആവശ്യമുണ്ടായിരുന്നു. അതെ, അപ്പോൾ കുറച്ച് ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ വീഡിയോ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ കുറിച്ച് കുറച്ചുകൂടി അറിയാൻ പറ്റും. വെറുതെ തോന്നിയ പോലെ ഇതൊക്കെ പലരും ചെയ്തിട്ടുണ്ട്, ഞങ്ങളും അതൊക്കെ കോപ്പി അടിക്കുന്നു. അല്ല, ടൈറ്റിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടോ ഇതാണ് സംഭവം. നമുക്ക് തുടങ്ങാം. അപ്പോ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നെവർ ഹാവ് ഐ എവർ ഷോപ്പ്ലിഫ്റ്റഡ്? നെവർ. അല്ല, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെവർ ഹാവ് ഐ എവർ ഫെയിന്റഡ്? I have many times. Want to explain? I have. കാരണം ചെറുപ്പത്തിൽ എനിക്ക് എപ്പോഴും ഫെയിന്റ് ആവുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. എന്തുണ്ടെങ്കിലും എന്റെ തലയിൽ പട്ട വീണിട്ടാണ് ഞാൻ ഫെയിന്റ് ചെയ്യുന്നത്. എനിക്ക് കൗണ്ടബിൾ ടൈംസ് അല്ല, കുറെ ടൈംസ് ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ഒരു ഇടി കിട്ടിയ വരെ ഞാൻ തലർന്ന് വീഴാത്ത. അതുകൊണ്ട് അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നെവർ ഹാവ് ഐ എവർ ഹിച്ച് ഹൈക്ക്? ഹിച്ച്ഹൈക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് മീനിങ് വരെ പറഞ്ഞിരുന്നു. ഹിച്ച്ഹൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റോഡിൽ സ്ട്രാൻഡേർഡ് ആയപ്പോ ഏതെങ്കിലും ഒരാളുടെ വണ്ടിയില് ആരുടെയോ നെവർ ഹാവ് ഐ എവർ ബീൻ അറസ്റ്റഡ്? താങ്ക്ഫുള്ളി. അടുത്ത ക്വസ്റ്റ്യൻ, never have I ever been electrocuted? Yes, I have. ചെറിയ ഷോക്ക് കേടാകുമ്പോ നമ്മൾ അതിന്റെ ഇവർക്ക് ചെറുപ്പത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ടിവിയില് സാധനങ്ങളൊക്കെ റിപ്പയർ ചെയ്ത് പുറത്തിറക്കുമ്പോ നമുക്ക് തൊടാനുള്ള ഷോക്ക് അടിക്കാൻ ഗ്രീൻ കളർ മദർ ബോർഡ് പരിപാടി ഷോക്ക് അടിക്കും. എനിക്കെന്ന് വെച്ചാൽ മൊത്തം വീട്ടിലെ ഇലക്ട്രിക് പണിയൊക്കെ ചെയ്യുന്ന ആളുണ്ട്. എപ്പോഴെങ്കിലൊക്കെ ഓർമ്മയൊന്നും എനിക്ക് കുത്തിയിട്ടുള്ള അങ്ങനത്തെ കാര്യം സംഭവങ്ങളൊക്കെ കൂടുതൽ വീട്ടിൽ ചെയ്യുന്ന ആള് ഞാൻ. അപ്പം ഷോക്ക് കുറെ അടിച്ചിട്ടുണ്ട്. അടുത്തത്, നെവർ ഹാവ് ഐ എവർ ഗോട്ടൺ സ്റ്റിച്ചസ്? സ്റ്റിച്ചസ് നെവർ. പക്ഷെ ആക്ച്വലി സ്റ്റിച്ച് ഇടേണ്ട ടൈപ്പ് കുറെ അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. അമ്മ പറയുന്നത് നിസ്സാരം, വെറുതെ ചായപ്പൊടി പഞ്ചസാര ഇട്ട തലയില് അല്ലെങ്കിൽ മുറിനുള്ള തേച്ചാൽ മതി. ആക്സിഡന്റ് ആയാലും നമ്മള് ഹോസ്പിറ്റലിൽ പോലും. നെവർ ഹാവ് ഐ എവർ ഗോൺ ഹണ്ടിങ്? ഹണ്ടിങ് ഗെയിമാണോ? ഗെയിമിൽ പോയിട്ടുണ്ട്. ഡക്ക് ഹണ്ടിങ് ഒക്കെ ചെറുപ്പത്തിൽ കളിക്കാറുണ്ട്. വേറെ പട്ടിക്കുട്ടി നമ്മളെ കളിയാക്കണ ഗെയിം അതിലൊക്കെ ചെയ്തിട്ടുണ്ട്. അടുത്തത് നല്ലതായിരുന്നു അല്ലേ, ഒരിക്കലും ട്രൈ ചെയ്യാൻ. Never have I ever ridden an animal? Oh, I have recently. നിങ്ങളെ വ്ലോഗ് കണ്ടാ മതി മനസ്സിലാവും. ഹോഴ്സ് റൈഡിങ് പണ്ടും പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അടുത്ത് പോയതാണ് ഭയങ്കര റോയൽ ലുക്കിലൊക്കെ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ പോയിട്ടില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, നെവർ ഹാവ് ഐ എവർ ബ്രോക്കൺ എ ബോൺ? നെവർ. എനിക്കിങ്ങനെ ചെറുപ്പത്തില് പിള്ളേരൊക്കെ ഈ പ്ലാസ്റ്റർ ഒക്കെ ഇങ്ങനെ നടക്കില്ല ഇങ്ങനെ കഴുത്തില്. അപ്പൊ എനിക്ക് തോന്നാറുണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുടുങ്ങി നടക്കാൻ നല്ല സുഖമായിരിക്കും. ഇങ്ങനെ ഒരു സുഖമല്ല, ഒരു പ്രത്യേക കെയർ. പക്ഷെ എനിക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. ഇപ്പൊ അങ്ങനെയില്ല. പണ്ട് ഇവർ രണ്ടുപേരും ഭയങ്കര സ്പോർട്സിന്റെ ആൾക്കാരാണ്. അപ്പൊ ഫുൾ ടൈം സ്പോർട്സ് ഡേ ഓടിയാലൊക്കെ ലാസ്റ്റത്താണ്. ആ സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ലിഗമെന്റ് പട്ടീസ് കേട്ടല്ലായിരുന്നു. എനിക്ക് അതുപോലെ ഉണ്ടായിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ആർട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെവർ ഹാവ് ഐ എവർ dined and dashed? ഡിന്നർ കഴിച്ചു. ഡിന്നർ കഴിച്ചിട്ട് പേ ചെയ്യാണ്ട് പോയി.
അടുത്തത് never have I ever shot a gun. Never. ആകെ കൂടി യൂസ് ചെയ്തിട്ടുള്ള ഗണ്ണ് വാട്ടർ ഗണ്ണും പെയിന്റ്ബോൾ. ഞാൻ പെയിന്റ്ബോൾ ഞങ്ങൾ അതിന് പോലും പോയിട്ടില്ല. പാവങ്ങള് ഇവിടെ വലിയ പുള്ളി. ഞാൻ കോളേജിൽ പോയിട്ട് എല്ലാ ദിവസവും ഭയങ്കര വർത്തായിരുന്നു അവിടെ പോയി ഇവിടെ പോയി. ഞങ്ങള് ആകെ കൂടി പിന്നെ പെരുന്നാളിന് കിട്ടുന്ന ടിഷ്കു ടിഷ്കു അതും ആ ബ്ലാക്ക് കളർ ചെറിയൊരു വാട്ടർ ഗണ്ണ് ഒരു ലൈൻ പോലുള്ള സാധനം ഇൻസേർട്ട് അതും. Next question. Never have I ever ruined someone else's vacation. Why would I do that? Never ever. അറിയാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി അല്ലാണ്ട് കൽപ്പിച്ചു ചെയ്യാൻ നോക്കാറില്ല. ഭയങ്കര പാവം. വളരെയധികം sorry. Never have I ever been caught cheating on a test. I have. Many times I have. എനിക്ക് അതുപോലും കോളേജ് അല്ല സ്കൂളില് കോട്ടില്ല പക്ഷെ കോളേജിൽ യെസ് കോട്ട്. എനിക്ക് പേപ്പർ പോലും എന്റെ അവസ്ഥ എന്താണെന്നറിയോ 12th ഞാൻ എന്താ പറയാ നമ്മുടെ കമ്പ്യൂട്ടർ എക്സാം ഉണ്ടായിരുന്നു. പ്രാക്ടിക്കലിന് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി ടീച്ചേഴ്സ് നന്നായിട്ടൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വരും. അപ്പൊ ഞാൻ പറയും എല്ലാരും ഹെൽപ്പ് ചെയ്യാനായിട്ട് ടീച്ചർ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ടീച്ചർ ബോർഡ് എക്സാമിന് ഇങ്ങനെ ആൻസർ പറയുന്നത് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചു. ടീച്ചർ ദേഷ്യത്തിൽ പോയി. പിന്നെ PTA മീറ്റിംഗ് വന്നപ്പോ അമ്മോട് പറഞ്ഞു എന്തീ കുട്ടി ഇങ്ങനെയെന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നത്. അത് പക്ഷെ ഫൈനൽ എക്സാംസ് അല്ല ഞങ്ങൾക്ക് ഇന്റേണൽ എക്സാംസ് കുറെ ഉണ്ടാവാറുണ്ടായി. അതും ഫൈനലിൽ ഇൻക്ലൂഡഡ് ആണ്. ഇന്റേണൽ എക്സാംസില് ഞാന് കോപ്പി അടിച്ച് അതും ഫോണിൽ നിന്ന് കോപ്പി അടിച്ച് പിടിച്ച് പുറത്താക്കി. പിന്നെ ഇന്റേണൽസ് എഴുതാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ വാശി പിടിച്ചു. കുറച്ചു നേരം പോയി പഠിപ്പിയതുകൊണ്ട് അവർക്ക് വിടാം. പിന്നെ ഞാന് ബാക്കിയുള്ളതൊക്കെ നല്ല മാർക്ക് വീണ്ടും എഴുതാൻ സമ്മതിച്ചു. അത് പിന്നെ ഫെയിൽ ആയ ആൾക്കാരുടെ കൂടെ പോയി എഴുതി. ഞങ്ങൾ ശരിക്കും കോപ്പി അടിച്ചത്. എന്റെ അപ്പുറത്തിരിക്കുന്ന കുട്ടി ഞാൻ അങ്ങോട്ടോട്ട് കോപ്പി അടിച്ചു. എങ്ങനെയൊക്കെ പാസ്സാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കോപ്പി അടിച്ചു. അവസാനം വരെ പിടിച്ചു തന്നു. പിന്നെ പേപ്പർ കൊടുക്കുന്ന സമയത്ത് അവസാനം ഞങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഭയങ്കര ഡൗട്ട് ചെയ്യാൻ അങ്ങോട്ട് ഡിസ്കസ് ചെയ്തു. ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരുന്നു ആ കുട്ടിയായിട്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും പിടിച്ചു. അവസാനം ഞങ്ങളുടെ പേപ്പറൊക്കെ മാറ്റി വെക്കാനൊക്കെ പറഞ്ഞു. കുറച്ച് കരയുടെ സീനൊക്കെ കളിച്ചു കൊടുത്ത് അവസാനം രക്ഷപ്പെട്ടു. എനിക്ക് പറയാൻ പണ്ടൂല്ലോ. നല്ല കുട്ടി വീട്ടിൽ. അടുത്ത ക്വസ്റ്റ്യൻ. Never have I ever had a paranormal experience. I have. പറയാം നമ്മുടെ വീട് ഭയങ്കര നാട്ടിലുണ്ടായിരുന്ന വീട് ഞങ്ങൾക്ക് പ്രേതമുണ്ടായിരുന്നു. നല്ല പ്രേതാലയായിരുന്നു. അതെ അവിടെ വരാത്ത ഇഴജീവികളൊന്നുമില്ല. പാമ്പ് വീടിന്റെ അകത്ത് എലി എന്തൊക്കെ ഞങ്ങൾക്ക് പ്രയർ ചെയ്യുന്ന സ്ഥലത്തുണ്ടായിരുന്നു. അവിടെ നിന്ന് എപ്പോഴും യേശുവിന്റെ ഫോട്ടോ വീഴുക പൊട്ടുക, ഫോട്ടോ വീഴുക പൊട്ടുക, ഫോട്ടോ വീഴുക പൊട്ടുക, ശരിയൊക്കെ വീഴുക പൊട്ടുക. അതൊരു ഞങ്ങളത് ചെറിയ പിള്ളേരായോണ്ട് ഒരു ബുദ്ധിയും ബോധമില്ലാതെ പേടിച്ചില്ല. ഈ കാലത്താണ് ഞങ്ങൾ പേടിച്ചത് ആ വീട്ടിൽ ജീവിക്കാൻ. ഇപ്പോഴാ വീഡിയോ കാട് പിടിച്ച് കിടക്കാന്നാണ് ഞങ്ങൾക്ക് എന്താണെന്നറിയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Never have I ever danced in an elevator. I have. ഞാൻ പുറത്തൊക്കെ പോയി ഇടയ്ക്ക് നിങ്ങൾ ഡാൻസ് ഞങ്ങൾക്ക് 3 പേർക്കുള്ള ഞങ്ങൾ പിന്നെ എപ്പോഴും ഡാൻസിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ റോട്ടിൽ നടക്കുമ്പോ ഡാൻസ് അത്ര ഞാൻ ചെയ്യാറില്ല. ഞാൻ അതൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ യെസ് ഷോപ്പിംഗ് മോളിലും ചെയ്യാറുണ്ട്. അത് പാട്ടൊക്കെ അവിടെ പാട്ട് നടക്കുമ്പോ തന്നെ സ്റ്റെപ്സ് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോറി. Never have I ever worn glasses with fake lenses. Never. Because എനിക്ക് glasses with real lenses ഉണ്ട്. I have to say. അല്ല ഫേക്ക് ലെൻസ് ആയിട്ടുള്ള ഗ്ലാസ്. ഈ ഗ്ലാസ്സില് പവർ ഇല്ലാത്ത ഗ്ലാസസ്. പക്ഷെ എനിക്കിപ്പോ ശരിക്കും സ്പെക്സ് ഉണ്ട്. എന്റെ പക്ഷെ വളരെ കുഞ്ഞ പവറാ. ഞാൻ റീഡിങ്ങിനും സിനിമ കാണാനും എനിക്ക് ശരിക്കും സ്പെക്സ് സിസ്റ്റം ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റൈല്. Never have I ever been on a fad diet. No, I don't diet. Fad diet? Fad. No, I never. Fad is like a trendy. Fad എന്ന് പറഞ്ഞാൽ ഇപ്പൊ ട്രെൻഡിലുള്ള ഡയറ്റ്. No, never. Next question. Never have I ever had a bad allergic reaction. No, I have. I'm not very allergic. എനിക്ക് എല്ലാ അലർജിയാണ്. ചില ദിവസം രാവിലെ എണീക്കാൻ ഞങ്ങൾക്ക് അലാം വേണ്ട. ഇവളുടെ തുമ്മല് കേട്ടിട്ടുണ്ട്. അലർജി ഉണ്ട്. പിന്നെ ഏറ്റവും അലർജി ഇവൾക്കാണ്. പക്ഷെ ഇവൾക്ക് പണ്ട് സ്റ്റീലിന്റെ വളയിട്ട കയ്യും അലർജി എനിക്കൊരു അലർജി ഉണ്ട് ആക്ച്വലി. മേക്കപ്പ്
എനിക്ക് ഏത് മേക്കപ്പ് ഇട്ടാലും അതായത് മുഖത്ത് വെക്കുന്ന മേക്കപ്പ് എനിക്ക് പറ്റില്ല. സോ ഐ ഹാവ് എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, എനിക്ക് ചില സമയത്ത് ഇങ്ങനെ കുറച്ച് ഉറച്ചല് വരും ഇവിടെയൊക്കെ, എനിക്കറിയില്ല, തടിച്ചു വരും. അതൊരു അലർജിയാ എനിക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, never have I ever been trapped in an elevator. നല്ല അത് ഭയങ്കര അത് ഞാൻ ഒരു ഭാഗ്യമായി കരുതുന്നു. അത് ഭയങ്കര നമ്മളൊക്കെ ക്ലോസ്ട്രോഫോബിക് ആവാൻ ചാൻസ് ഉണ്ട്. ഭാഗ്യത്തിന് ഉണ്ടായിട്ടില്ല. ലക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, never have I ever texted for 4 hours straight. I don't think I have. I think I have. എന്റെ ക്യാരക്ടർ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ ക്യാരക്ടർ അനുസരിച്ച് I don't think so. ഇവിടെ ഏറ്റവും ടെക്സ്റ്റിംഗ് പേഴ്സൺ ഞാനാണ്. സോ ഞാൻ എല്ലാവർക്കും question. Never have I ever taken part in a talent show. I have always from school times. സ്കൂളിൽ എപ്പോഴും ഞങ്ങൾക്ക് ടാലൻസ് ഒക്കെ ഭയങ്കര പാർട്ട് ഓഫ് ലൈഫ്. അതെ, ഞങ്ങൾക്ക് അത് കാണിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പാർട്ട് ഓഫ് ലൈഫ്. ആകെ കൂടി എനിക്ക് ചെയ്യാൻ പേടിയുള്ള സാധനം പാട്ടാണ്. അതിപ്പോഴും പേടിയും. പക്ഷെ അത് ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും ആൾക്കാർ എന്നോട് പാടാൻ പറഞ്ഞാൽ talent show. Yes. Next question, never have I ever worked for more than 8 hours straight. 8 hours straight. 8 hours ഒക്കെ ഓവറാണ്. പക്ഷെ കുറെ നടക്കാറുണ്ട്, പക്ഷെ സ്ട്രേറ്റ് 8 hours ഞങ്ങൾ നടക്കുന്ന ആൾക്കാരാണ്. അവിടേക്കും നടക്കുന്ന ആൾക്കാരാണ്. നാട്ടില് നമ്മള് പൂരത്തിനൊക്കെ ഞങ്ങൾ രണ്ടും പപ്പയുടെ കൂടെ വീട് കുറച്ച് ദൂരാണ്. ട്രിപ്പും പോയിട്ടുണ്ട്. അതിലൊക്കെ നടക്കും. മദ്രാസ് അത് 5 മണിക്കൂർ നടന്നിട്ടുണ്ട്. അത് പക്ഷെ ഞങ്ങള് മാത്രല്ല, അതിപ്പോ ആ സൂല് പോയി പൂരത്തിനാണ് നമ്മൾ കുറെ നടന്നത് എനിക്ക് തോന്നുന്നു. മദ്രാസു നമ്മൾ നടന്നതിന് മദ്രാസു അണ്ണാ പാർക്കിന്റെ അടുത്തൊരു സൂ ഉണ്ട്. പക്ഷെ 8 hours 5 hours ഒക്കെ, നോട്ട് 8 hours. ചെറുപ്പത്തിലൊക്കെ. Next question, never have I ever tried to cut on my own hair. ഓൾവേസ്. ഇവിടെ ഇവിടെ എല്ലാരും മുടി വെട്ടി കൊടുക്കുന്നത് ഇങ്ങനെ പറയാം. അല്ല, ഇപ്പൊ എനിക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിട്ട് എന്താ ഫീൽ അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്തു. പക്ഷെ ഇവിടുത്തെ ബാർബർ, ഒഫീഷ്യൽ ബാർബർ. ഞാൻ എന്റെ പപ്പയുടെ മുടി കട്ട് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് മാലിക്കിന്റെ ഹെയർ സ്റ്റൈലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, never have I ever been to a country in Africa. ഞങ്ങള് ദുബായും കേരളയും വിട്ടൊരിക്കലും പോയി. അല്ല, കേരളയല്ല, ഇന്ത്യ. ഞങ്ങള് ഇന്ത്യയിൽ കുറെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അല്ല, സൗത്ത് ഇന്ത്യ. നോർത്തിന്റെ മുംബൈ വരെ ടച്ച് ചെയ്തിട്ടുണ്ട്. മുംബൈ സൗത്ത് നോർത്ത് മിഡ് ഓഫ് ഇന്ത്യ വരെ. അതിനപ്പുറം സൗത്ത് ആഫ്രിക്കയിലൊക്കെ പോയി കുറെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അടിക്കട്ടെ. ട്രാവൽ വ്ളോഗ് ആഫ്രിക്ക. ഓക്കെ, അത് നമ്മളൊരു ഇതിലുണ്ടാവണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, never have I ever fallen in love at first sight. ക്രഷ് ഇങ്ങനെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ല, ക്രഷ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. യെസ്, സോ ഐ ഹാവ് ഫോർ ദ ക്രഷ് ബട്ട് നെവർ ബീൻ ഇൻ ലവ്. സോറി, ക്രഷ് അങ്ങനെ പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, never have I ever sung karaoke in front of people. I have. ഞങ്ങൾ സ്ഥിരം പണിയാണ് ഇവിടെ. സ്ഥിരം ആൾക്കാർ വന്നാലും വന്നില്ലെങ്കിലും ഒക്കെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി, ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന എല്ലാവരും കണ്ട് വെറുപ്പിച്ചിട്ടുണ്ട്. എപ്പോഴും കരോക്കെ നൈറ്റ് അത് ഞങ്ങൾക്ക് വെറുതെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പാടാറില്ലെങ്കിലും ഞാൻ വളരെയധികം നന്നായി ഉറക്കെ തന്നെ പാടും. ഇവരൊക്കെ ഇങ്ങനെ മുഷിപ്പിക്കുന്ന പാട്ട് പാടി. സ്ഥിരമായി. So next question, never have I ever been on a TV or the radio. I have been on radio. ഞാൻ ടിവിയില് രംഗോളി ഗേൾസ് പറഞ്ഞിട്ടൊരു TV ഷോ ഉണ്ടായിരുന്നു. അതില് ഞാൻ ഫ്രം സ്കൂൾ. എനിക്ക് റേഡിയോയിൽ എന്റെ ഒരു പാട്ടുണ്ടായിരുന്നു. തമിഴ് ചാനലാണ്. എന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ അതിൽ പോയത്. അവൻ വളരെയധികം ക്ഷമ എടുത്തിട്ട് ഒരു 5-6 മണിക്കൂർ എടുത്ത് ചെയ്ത 2 ലൈനില്. അല്ല, പിന്നെ വേറെ സംഭവം ചേച്ചി സിനിമയിലൊക്കെ പാടിയിട്ടുണ്ട്. Next question, never have I ever been awake for 2 days straight. One day I have, but 2 days never. 2 days never. വളരെ ബുദ്ധിമുട്ടാവും. എനിക്കൊക്കെ എനിക്ക് ഉറക്കത്തിന്റെ ആളാണ് ഞാൻ. എനിക്ക് പറ്റില്ല.
എനിക്ക് ആക്ച്വലി 7 hours ഒക്കെ സ്ലീപ്പ് മതി, പക്ഷെ അത് ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നത് ഈ കുട്ടിയാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നത്. സോ ഏറ്റവും ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Night on. Never have I ever thrown up on a roller coaster. Never. Roller coaster എനിക്ക് ഞാൻ throw up ഇഷ്ടമല്ല. എനിക്ക് ചെയ്തിട്ടില്ല. roller coaster ഇഷ്ടമല്ല. ഇവർ രണ്ടുപേരും പോയിട്ടില്ല. ഞാൻ ഈ UAE കണ്ട എല്ലാ റോളർ കോസ്റ്ററും പോയിട്ടില്ല. അല്ല, അതില് പോയിട്ടില്ല. Roller coaster. roller coaster വീഗാലാൻഡിലൊക്കെ roller coaster അല്ലേ? അതെ. വീഗാലാൻഡിൽ എവിടെ പോകുന്നു? അതൊക്കെ roller coaster അല്ല, ചെറിയ roller tiny coaster. roller ആ coaster. ചെറിയ റോളർ കോസ്റ്റർ നിങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ പക്ഷേ വലിയ വലിയ ജമണ്ടൻ റോളർ കോസ്റ്റർ ഞാൻ എനിക്ക് ചാൻസ് കിട്ടിയില്ല. ഞാൻ എനിക്ക് താങ്ക്സ് ടു മൈ ഫ്രണ്ട്സ് ഹിയർ. Next question. Never have I ever dyed my hair a crazy color. No, but സ്വന്തമായിട്ട് ചെയ്തിട്ടില്ല. പുറത്ത് പോയിട്ട് ഞാന് അയ്യോ, I have a sorry. എനിക്ക് ഇഷ്ടമുള്ള കളർ പറഞ്ഞിട്ട് അവർ ചെയ്തത് ഇപ്പോഴും. പക്ഷെ ഇതല്ലായിരുന്നു യെല്ലോ യെല്ലോ ഹെയർ ആയിരുന്നു. ഞാൻ പറ്റുകയാണെങ്കിൽ ആ ഫോട്ടോ വെക്കും. നല്ല മഹാബോറായിരുന്നു. ബോറായിരുന്നു. Never have I ever seen an alligator or crocodile in the wild. Yes, we have. ക്രോക്കഡൈലിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇൻ ദ സൂ, നോട്ട് ലൈക്ക് വെള്ളത്തിന് പോകുമ്പോ മൈസൂർ എന്ന സ്ഥലത്ത് ഞങ്ങള് ഈ ഒരു ബോട്ടിങ്ങിന് പോയി. അപ്പൊ നോക്കുമ്പോ എല്ലായിടത്തും വെള്ളത്തിൽ ക്രോക്കഡൈൽസ് ഞങ്ങളെല്ലാവരും കരഞ്ഞിട്ടുണ്ട്. അത് വൈൽഡല്ലേ? അപ്പൊ ഈ വൈൽഡ് വെള്ളത്തിൽ വെള്ളത്തിൽ ക്രോക്കഡൈൽസ് പർപ്പസ് എന്ന് പറയുന്നത് ക്രോക്കഡൈലിന് കാണാൻ വെള്ളത്തില് ടോർച്ചർ നമുക്ക് നമുക്ക് അറിയില്ല. കാരണം നമ്മൾ അത്രയും ചെറുതല്ലേ. ഞാൻ ഒരു 3rd സ്റ്റാൻഡേർഡിലൊക്കെ കേട്ടുള്ളൂ. എന്നിട്ട് ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. എല്ലാ പിള്ളേരും കരച്ചില്. പാരന്റ്സ് ടോർച്ചറാണ്. ഇപ്പൊ പാരന്റ്സും സാഡിസ്റ്റ് ക്രോക്കഡൈൽസ് ഞങ്ങൾക്ക് അടുത്തോടെ ക്രോക്കഡൈൽസ് ഞാൻ Next question. Never have I ever had a surprise party thrown for me. I have. ഇവിടെ എല്ലാ സമയത്തും സർപ്രൈസുകൾ ഉണ്ടാക്കണ ആൾക്കാരാണ്. അത് നമുക്കറിയാം സർപ്രൈസ്. പക്ഷെ ആദ്യമായിട്ട് ചെയ്ത പറയണ്ടായിരുന്നില്ല. പിന്നെ അതൊരു ശീലമായി. നമ്മൾ പണ്ടേ സർപ്രൈസ് ആൾക്കാരാണ്. അപ്പൊ സർപ്രൈസ് കൊടുക്കാറുണ്ട്, കിട്ടാറുണ്ട്. ഓൾവേസ് ഫ്രണ്ട്സും ചെയ്യാറുണ്ട്. എല്ലാവരും ചെയ്യാം. Yes. So next question. Never have I ever accidentally said I love you to somebody. Accidentally never. Plan ആയിട്ട് ചെയ്യുമോ? Accidentally no. Never. So next question. Never have I ever pressed send and then immediately regretted it. Yes. I think Always. കൊറേ പ്രാവശ്യം I have. Yes, I have. കൊറേ മണ്ടത്തരങ്ങൾ Delete ചെയ്യാൻ നോക്കും, പക്ഷെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ വാട്സാപ്പിലൊക്കെ ഡിലീറ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. പിന്നെ അപ്പൊ കൊറേ തെറ്റുകളൊക്കെ ഇൻസ്റ്റാഗ്രാം ആ കാര്യത്തില് സുഖാട്ടാ. അപ്പൊ തന്നെ കണ്ടില്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, ആരും കാണില്ല. പക്ഷെ വാട്സാപ്പിലൊക്കെ എന്താ കാര്യം, മെസ്സേജ് ഹസ്ബൻഡ് ഡിലീറ്റ് പക്ഷെ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൊറേ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്. Never have I ever cried in public because of a song. എനിക്ക് ബസ്സിലൊക്കെ പോകുമ്പോ പാട്ട് ഇമോഷണൽ ആയിട്ട് ഞാൻ ആ സോങ്ങിനാന്ന് വിചാരിച്ചത്. നമ്മുടെ ഒരു ലൈഫൊക്കെ കോമഡി അല്ല, ആ ലൈഫിന്റെ കോമഡിക്ക് ആലോചിച്ചിട്ട് ഞങ്ങൾ കയറി. ഇമോഷണൽ ആയിട്ട് കരഞ്ഞിട്ടില്ല. സോ ഞങ്ങൾ രണ്ടുപേരും. അയ്യോ, never. Next question. Never have I ever read a whole novel in a day. I have. Never. I have. ഞാൻ ഭയങ്കര വായിച്ചിട്ടുണ്ട്. ബുക്ക് ഹോളിക് എന്ന് പറയുന്നത്. ഇവളുടെ പോലെ ബുക്ക് ഹോളിക് ഒന്നുമില്ല, പക്ഷെ വായിക്കുമ്പോ യെസ് ഐ ഹാവ്. ഞാൻ ഫുൾ ഡേ ഇരുന്ന് വായിച്ചിട്ടുണ്ട്. എനിക്ക് അതിനുള്ള ചെയ്തിട്ടുണ്ട്. പേഷ്യൻസ് Okay. So never have I ever looked through someone else's phone without their permission. വിത്തൗട്ട് പെർമിഷൻ. വിത്തൗട്ട് പെർമിഷൻ കണ്ടുപോയിട്ടുണ്ട്. ലൈക് ഞാനത് നോക്കാൻ വേണ്ടിട്ട് അത് ജസ്റ്റിഫൈ ചെയ്യുന്നു. അത് നമ്മൾ ഇങ്ങനെ നോക്കും, നമ്മളിങ്ങനെ പെട്ടെന്ന് മൊബൈലൊക്കെ അങ്ങനെ എടുത്തു നോക്കിയിട്ടില്ല. ഇങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ നോക്കിയില്ലെങ്കിൽ കണ്ണോട്ട് ഇങ്ങനെ നോക്കിയില്ലെങ്കിൽ എന്റെ മുൻപിൽ കാണുന്നതൊക്കെ ഞാൻ കണ്ടുപോകും. അത് കാണാം. അറിയാണ്ട് ഞാൻ ചില സമയത്തൊക്കെ കണ്ടു, കുറച്ച് അറിയാണ്ട് കാണാൻ നോക്കാറുണ്ട്. അങ്ങനെയല്ല, ചിലത് കണ്ടുപോകില്ല. Okay. Next question. Never have I ever snooped through a friend's bathroom or bedroom without them. Snooped through a bath. അതായത് ആൾക്കാരെ അറിയാണ്ട് ഇങ്ങനെ പോയി നോക്കുക. അങ്ങനെയല്ല, അവരുടെ വീട്ടിൽ പോയിട്ട് ഇതെന്താ സ്ഥലം നോക്കി നോക്കാനായിട്ട്. Next question. Never have I ever had a bad fall because I was walking and texting. No. ഞാൻ ഭയങ്കര ക്ലംസി പേഴ്സൺ ആണ്. അതുകൊണ്ട് എവിടെയൊക്കെ ഇടിഞ്ഞുകൊണ്ടുണ്ടെന്ന് എനിക്കറിയില്ല. ടെക്സ്റ്റ് ചെയ്തിട്ട് വേണ്ടാവാം. ഞാൻ ഭയങ്കര മെസ്സി പേഴ്സൺ ആണ്. So next question. Never have I ever been in an embarrassing video that was uploaded to YouTube.
Embarrassing? Never. ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഭയങ്കര പ്രൗഡാണ്. അയ്യോ So next question. Never have I ever broken something at a friend's house and then not told them. I might have. I don't remember, but I might have. എനിക്ക് എന്താ ഒരു ഫീല് അപ്പൊ ഉണ്ടാവും. Never. Maybe. അതുകൊണ്ട് ഞാൻ never or I have. Maybe. Never. So next question. Never have I ever been without heat for a winter or without AC for a summer. I have. I have. Moving forward. I have. Yes. That's it. കഴിഞ്ഞ Okay. അപ്പൊ ഇതായിരുന്നു നമ്മുടെ never I have and never ഞങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വീഡിയോസിനും ഞങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കാറുണ്ട്. ഇതിന് അത്ര എഫേർട്ടില്ല, ഇരുന്ന് സംസാരിക്കാത്രേ ഉള്ളൂ. കാരണം എല്ലാവർക്കും റിലാക്സേഷൻ വേണം, ഞങ്ങൾക്കും വേണം, നിങ്ങൾക്കും വേണം. ഞങ്ങളുടെ ഇന്റൻസ് ഡാൻസുകൾ മാത്രം കണ്ടുകൊണ്ട് വെച്ച് കുറച്ച് സംസാരിച്ച് വെറുപ്പിക്കാൻ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം. പിന്നെ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഇത് ഞാൻ നോക്കുമ്പോൾ 55% സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ്, 45% ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. അപ്പൊ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നിങ്ങൾക്ക് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം, ഇത് നിങ്ങൾ ഇത് ചെയ്താൽ കൊള്ളാം, കമന്റ്സ് കാണാൻ ഇഷ്ടമാണ്, സജഷൻസ് ഇഷ്ടമാണ്. പിന്നെ വല്ല ഇംപ്രൂവ്മെന്റ് അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ പറയാം, ഞങ്ങൾക്ക് അത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. അപ്പൊ എല്ലാവരും ലൈക്ക് ഷെയർ വേണമെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് പ്ലീസ്. Like please. Please. Thank you for bearing with us. Bye.